അനന്തമായ ബഹിരാകാശത്തിൻ്റെ അഗാധതയിൽ ഭൂമിയിൽ നിന്നും ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെ തിളക്കമുള്ള നക്ഷത്രങ്ങൾക്കും ഇരുണ്ട പൊടിപടലങ്ങൾക്കും ഇടയിൽ ഭൗതികശാസ്ത്രത്തിൻ്റെ ക്ലാസിക്കൽ നിയമങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് രണ്ട് നിഗൂഢമായ ഗോളവസ്തുക്കൾ പരസ്പരം ഭ്രമണം ചെയ്യുന്നു. അവയുടെ ചലനങ്ങളുടെ പ്രതിധ്വനികൾ ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മിലേക്ക് എത്തിച്ചേരുന്നു. പ്രപഞ്ചത്തിൻ്റെ അളവുകോലുകൾ പ്രകാരം ആ വസ്തുക്കൾ തന്നെ അവിശ്വസനീയമായ വിധം ചെറുതാണ് എങ്കിലും അവയ്ക്ക് ചുറ്റിലുമുള്ള സ്പേസ് വക്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് തടയാനാകാത്ത ഫോട്ടോണുകളെ പോലും അവയുടെ മുൻകൂട്ടി നിശ്ചയിച്ച പാതകളിൽ നിന്നും വ്യതിചലിക്കുവാൻ നിർബന്ധിതരാക്കുന്നു. ഈ വസ്തുക്കളുടെ പ്രയാണം അത്ര വേഗതയുള്ളതായതിനാൽ അവയ്ക്ക് സമയം സാവധാനത്തിലായി മാറുന്നു. കൂടാതെ ഭീമാകാരമായ ടൈഡൽ ശക്തികൾ ഉപരിതലത്തെ മടക്കുകളും വിള്ളലുകളും കൊണ്ട് ചുളിവുകൾ വീഴ്ത്തുന്നു. പ്രപഞ്ചത്തിൻ്റെ ഈ നിഗൂഢ വിസ്മയങ്ങളെയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഭൂമിയിൽ നിന്നും 3200 പ്രകാശവർഷങ്ങൾക്കകലെ പപ്പീസ് നക്ഷത്ര സമൂഹം. അതിൻ്റെ വിദൂര ഭൂതകാലം. രണ്ട് ചുവന്ന ഭീമന്മാരുടെ ജീവിതം നമ്മുടെ കൺമുൻപിൽ അവസാനിക്കാൻ പോവുകയാണ്. അവയിലൊന്ന് നക്ഷത്രത്തിൻ്റെ പരിണാമത്തിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് മാറ്റം വരുത്തുകയാണ്. അതിൻ്റെ ഉള്ളിലെ ഇന്ധനം ഏകദേശം തീർന്നു കഴിഞ്ഞു. നക്ഷത്രം അതിവേഗം തണുക്കാൻ തുടങ്ങുന്നു. ഗുരുത്വാകർഷണ ബലവും തെർമോ ന്യൂക്ലിയർ സ്ഫോടനത്തിൻ്റെ തീവ്രതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ മാറ്റമില്ലാത്ത വിധം തകിടം മറിയുന്നു. ട്രില്യൺ കണക്കിന് ടൺ നക്ഷത്രദ്രവ്യം നക്ഷത്രത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് തടയാനാകാത്ത വിധം ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ അനിയന്ത്രിതമായ തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനത്തിന് വീണ്ടും കാരണമായി മാറുന്നു. ശക്തമായ സ്ഫോടനം നക്ഷത്രത്തെ പിളർത്തുന്നു. ഇതിൻ്റെ മധ്യഭാഗം അവിശ്വസനീയമായ താപനിലയുള്ള അതിസാന്ദ്രമായ ഒരു കാമ്പ് മാത്രമായി അവശേഷിക്കുന്നു. ഷോക്ക് വേവിൻ്റെ ശക്തി നക്ഷത്രദ്രവ്യത്തിൻ്റെ ഘടനയെ മാറ്റാനാകാത്ത വിധം മാറ്റുകയും അതിൻ്റെ ആറ്റങ്ങളെ പരിപൂർണമായും നശിപ്പിക്കുകയും ചെയ്യുന്നു. അവ അതിസാന്ദ്രമായ ദ്രവ്യമായി ചുരുങ്ങുകയും എണ്ണമറ്റ ന്യൂട്രോണുകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നശിപ്പിക്കപ്പെട്ട ഭീമൻ നക്ഷത്രത്തിൻ്റെ സ്ഥാനത്ത് ചെറുതും എന്നാൽ അങ്ങേയറ്റം മാസുള്ളതുമായ ഒരു ദ്രവ്യപിണ്ഡം അവശേഷിക്കുന്നു. അതിനു ചുറ്റും മുൻപത്തെ നക്ഷത്രത്തിൻ്റെ പുറംപാളികൾ ഒരു വലിയ മേഘമായി പൊട്ടിത്തെറിക്കുകയും ചിതറിക്കിടക്കുന്ന ഒരു വാതക നെബുലിയായി മാറുകയും ചെയ്യുന്നു. ഇവ വലിയ വേഗതയിൽ അടുത്തുള്ള മറ്റൊരു ചുവന്ന ഭീമനുമായി കൂട്ടിയിടിക്കുന്നു. ഇത് ഈ രണ്ടാമത്തെ നക്ഷത്രത്തെയും അതിൻ്റെ പങ്കാളിയെപ്പോലെ തന്നെ ജ്വലിപ്പിക്കുന്നു. അത് ഇപ്പോൾ ഇല്ലാതായി മാറുന്നു. ഇരട്ട സൂപ്പർനോവകളുടെ പ്രതിധ്വനി ബഹിരാകാശത്ത് അലിഞ്ഞു ചേരുമ്പോൾ വിശാലമായ ശൂന്യതയിൽ ഏകദേശം അദൃശ്യമായ രണ്ട് നിഗൂഢ വസ്തുക്കൾ മാത്രം അവശേഷിക്കുന്നു. ഇത്തരമൊരു വലിയ ദുരന്തമാണ് നമ്മൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്ന അത്യപൂർവവും അസാധാരണവുമായ പ്രപഞ്ച വസ്തുക്കളെ സൃഷ്ടിക്കുന്നത്. നിലവിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഏതാനും ആയിരക്കണക്കിന് ഗോളവസ്തുക്കൾ മാത്രമേ കണ്ടെത്താനായിട്ടുള്ളൂ. സാധാരണ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ വളരെ ചെറിയ സംഖ്യയാണ്. ഇവ എന്തുകൊണ്ടാണ് ഇത്ര അപൂർവമാണ് എന്നത് മനസ്സിലാക്കുവാൻ നക്ഷത്രങ്ങളുടെ പരിണാമപാതകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സങ്കല്പങ്ങൾ അനുസരിച്ച് ഏതൊരു നക്ഷത്രത്തിൻ്റെയും ജീവിതം നിർണ്ണയിക്കുന്നത് ഏകദേശം പരിപൂർണമായും അതിൻ്റെ മാസ് തന്നെയാണ്. ഒരു നക്ഷത്രത്തിൻ്റെ മാസ് 8 സൗരപിണ്ഡത്തേക്കാൾ കുറവാണെങ്കിൽ പല പരിണാമഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അതൊടുവിൽ ഒരു വെള്ളക്കുള്ളനായി, അതായത് വൈറ്റ് ഡ്വാർഫായി മാറുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അത് അതിൻ്റെ ബാക്കി ഊർജം കൂടെ നഷ്ടപ്പെട്ട് ബ്ലാക്ക് ഡ്വാർഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാങ്കല്പിക വസ്തുവായി മാറും എന്നാണ് കരുതപ്പെടുന്നത്. നമ്മുടെ സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ 99% അധികം നക്ഷത്രങ്ങളുടെയും വിധി ഇത് തന്നെയാണ്. എങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെ പിണ്ഡം 8 സൗരപിണ്ഡത്തിലും കൂടുതലാണെങ്കിൽ അതിൻ്റെ പരിണാമം മറ്റൊരു പാതയാണ് പിന്തുടരുന്നത്. അത് ഒടുവിൽ ഒരു സൂപ്പർനോവ സ്ഫോടനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. നക്ഷത്രത്തിൻ്റെ പുറംപാളികൾ ചുറ്റിലുമുള്ള ബഹിരാകാശത്ത് ചിതറിക്കുന്ന ഒരു വാതക നെബുലിയായി മാറുന്നു. സിസ്റ്റത്തിൻ്റെ കേന്ദ്രത്തിൽ മുൻപത്തെ നക്ഷത്രത്തിൻ്റെ കാമ്പായ സൂപ്പർ കോമ്പാക്റ്റ് ആയതും അങ്ങേയറ്റം സാന്ദ്രവുമായ ഒരു വസ്തു അവശേഷിപ്പിക്കുന്നു. അതിൻ്റെ വിധിയും പൂർണ്ണമായും അതിൻ്റെ മാസിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അത് വളരെ കൂടുതലാണെങ്കിൽ മരിച്ചുപോയ നക്ഷത്രത്തിൻ്റെ കാമ്പിന് മാറ്റമില്ലാത്ത ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ വരികയും അത് അനിവാര്യമായും ഒരു ബ്ലാക്ക് ഹോളിലേക്ക് ചുരുങ്ങുകയും ചെയ്യും.
എന്നിരുന്നാലും മറ്റൊരു വഴിയുമുണ്ട്. നക്ഷത്രാവശിഷ്ടത്തിൻ്റെ പിണ്ഡം 1.4 മുതൽ 2.2 സൗരപിണ്ഡത്തിനുള്ളിലാണെങ്കിൽ ഒരു ന്യൂട്രോൺ നക്ഷത്രം രൂപം കൊള്ളും. ഇതിൻ്റെ ഉള്ളിലെ ഗുരുത്വാകർഷണ ബലങ്ങൾ ആറ്റോമിക് ന്യൂക്ലിയസുകളെ നശിപ്പിക്കുന്നു. ഇത് തികച്ചും വിചിത്രമായ ഭൗതിക ഗുണങ്ങളുള്ള അതിസാന്ദ്രമായ ന്യൂട്രോൺ ദ്രവ്യം പുറപ്പെടുവിക്കുന്നു. പല കാരണങ്ങളാൽ ന്യൂട്രോൺ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാനും പഠിക്കുവാനും അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. ഒന്നാമതായി, ഈ വിഭാഗത്തിലുള്ള ഗോളവസ്തുക്കൾ അത്യപൂർവമാണ്. കണക്കുകൂട്ടലുകൾ പ്രകാരം ഓരോ 1000 സാധാരണ നക്ഷത്രങ്ങളും ഇത്തരത്തിലുള്ള ഒരു വസ്തു മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. രണ്ടാമതായി, അവ വളരെ ഒതുക്കമുള്ളതും ഒപ്റ്റിക്കൽ റേഞ്ചിൽ പ്രകാശം പുറപ്പെടുവിക്കാത്തതുമാണ്. അതിനാൽ എക്സ്റേ ദൂരദർശിനികളുടെ വരവിന് മുൻപ് ഇത്തരം വസ്തുക്കളെ കണ്ടെത്തുക എന്നത് അസാധ്യമായിരുന്നു. അത്ഭുതപ്പെടാനില്ല. ആദ്യത്തെ ന്യൂട്രോൺ നക്ഷത്രം കണ്ടെത്തിയത് 1967 മാത്രമാണ്. അവയുടെ നിലനിൽപ്പിൻ്റെ സൈദ്ധാന്തിക ന്യായീകരണത്തിന് പതിറ്റാണ്ടുകൾക്ക് ശേഷം. ലോ ഓഫ് മൊമെൻറ്റം കൺസർവേഷൻ എന്ന ആവേഗ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട അസാധാരണമായൊരു പ്രതിഭാസമാണ് ഇതിന് പ്രധാന കാരണം. ഈ പ്രതിഭാസം കാരണം മിക്ക ന്യൂട്രോൺ നക്ഷത്രങ്ങൾക്കും വളരെ ഉയർന്ന ഭ്രമണ വേഗതയാണുള്ളത്. കൂടാതെ അവയുടെ കാന്തിക വൈദ്യുത മണ്ഡലങ്ങളുടെ പ്രവർത്തനം വളരെ വ്യക്തമായ ഇടവേളകളിൽ ആവർത്തിക്കുന്ന ശക്തമായ വികിരണങ്ങൾ ഉണ്ടാക്കുന്നു. അത്തരം വസ്തുക്കളെ പൾസറുകൾ എന്നാണ് വിളിക്കുക. ഇവയാണ് ഇതുവരെ കണ്ടെത്തിയ ന്യൂട്രോൺ നക്ഷത്രങ്ങളിൽ ഭൂരിഭാഗവും. അവയുടെ പൾസുകൾ ആയിരക്കണക്കിന് പ്രകാശവർഷം അകലെയാണെങ്കിലും എക്സ്റേ ദൂരദർശിനികൾ ഉപയോഗിച്ച് ഫലപ്രദമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മൊത്തത്തിൽ 3200-ലും അധികം ന്യൂട്രോൺ നക്ഷത്രങ്ങളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ഏകദേശം 90% ഒറ്റപ്പെട്ട വസ്തുക്കളാണ്. ബാക്കിയുള്ളവ ബൈനറി മൾട്ടിപ്പിൾ സിസ്റ്റങ്ങളുടെ ഭാഗമാണ്. മിക്കപ്പോഴും ഈ കോസ്മിക് വസ്തുക്കളുടെ പങ്കാളി ഒരു ചുവന്ന ഭീമൻ അല്ലെങ്കിൽ മെയിൻ സീക്വൻസ് നക്ഷത്രമായിരിക്കും. സമാനമായ 2 നക്ഷത്രങ്ങൾ ഒരേ സമയം അവയുടെ ജീവിതചക്രത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒന്നാമത്തേതിൻ്റെ സ്ഫോടനം രണ്ടാമത്തേതിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പരിവർത്തന സമയത്തുണ്ടാകുന്ന ഊർജ്ജനഷ്ടം കാരണം നക്ഷത്രക്കാമ്പുകൾ പരസ്പരം അടുക്കുന്നു. അത് അവയുടെ പരസ്പര വേഗത വലിയ തോതിൽ വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു. നമുക്ക് ഇന്നറിയാവുന്ന കാര്യങ്ങൾ അനുസരിച്ച് PSR J7373039 എന്ന് വിളിക്കപ്പെടുന്ന അത്ഭുതകരമായ സിസ്റ്റം രൂപപ്പെട്ടത് ഇതുപോലെയാണ്. ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം 4500 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പരസ്പരം വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 പൾസാറുകൾ ഉള്ളതിനാൽ ഇത് തികച്ചും സവിശേഷമായൊരു സിസ്റ്റമാണ്. അതിനാൽ ആദ്യത്തേത് സൂര്യനേക്കാൾ 34% മാസ് ഉള്ളതാണ്. ഇതിന് അവിശ്വസനീയമായ വിധം ഭ്രമണ വേഗതയുമുണ്ട്. ഓരോ സെക്കൻഡിലും ഈ വസ്തു അതിൻ്റെ അച്ചുതണ്ടിൽ 44 ഭ്രമണങ്ങൾ പൂർത്തിയാക്കുന്നു. രണ്ടാമത്തെ പൾസാർ ഒരൽപ്പം ചെറുതും വേഗത കുറഞ്ഞതുമാണ്. അതിൻ്റെ മാസ് സൂര്യൻ്റെ 1.25 മടങ്ങും ഭ്രമണ കാലാവധി 2.77 സെക്കൻഡുമാണ്. നമുക്ക് ഈ വസ്തുക്കളെ അടുത്തറിയണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ച നിലവാരമനുസരിച്ച് അവയുടെ വലിപ്പം അങ്ങേയറ്റം ചെറുതാണ് എന്ന് നമുക്ക് കാണാം. ഈ സിസ്റ്റത്തിലെ ഒരു ഘടകത്തിനും 2 ഡസൻ കിലോമീറ്ററിലുമധികം വ്യാസമില്ല. അവയുടെ പിണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം അത് യഥാർത്ഥത്തിൽ മിക്ക നക്ഷത്രങ്ങളുടേതിനും തുല്യമാണ്. ഈ ഘടകങ്ങൾ കാരണം പൾസാറുകൾ നിർമ്മിച്ചിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ സാന്ദ്രത അങ്ങേയറ്റം കൂടുതലാണ്. പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ നമ്മൾ അവയുടെ ഉള്ളിലേക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് ടെക്നോളജികളും ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ഘടനകളുടെ സിദ്ധാന്തവും സംയോജിപ്പിച്ചുകൊണ്ട് ഉടനടി കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ പോലും പഠിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഈ വിഭാഗത്തിലുള്ള വസ്തുക്കളുടെ ഏറ്റവും പുറത്തുള്ള പാളി എന്നത് അന്തരീക്ഷമാണ്. എന്നിരുന്നാലും ന്യൂട്രോൺ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കല്പം ശുക്രനിലോ ഭൂമിയിലോ ഉള്ളതുപോലെ ഒരു ഗ്രഹത്തിൻ്റെ മൂടിയിരിക്കുന്ന വാതകഗോളത്തിൽ നിന്നും സാരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്ന സിസ്റ്റത്തിലെ 2 ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാളിക്ക് ഏതാനും മില്ലിമീറ്റർ കനം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മിക്കവാറും എല്ലാ ന്യൂട്രോൺ നക്ഷത്രങ്ങൾക്കും ഈ സാഹചര്യം സാധാരണമാണ്. എന്നാൽ ഈ വിഭാഗത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും ചൂടുള്ളതുമായ വസ്തുക്കൾക്ക് പല ഡസൻ സെൻറ്റിമീറ്റർ അന്തരീക്ഷമുണ്ടാകും. ഇത് നക്ഷത്രദ്രവ്യത്തിൻ്റെ ഉയർന്ന അയണൈസ്ഡ് അവശിഷ്ടങ്ങളായ പ്ലാസ്മ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഹൈഡ്രജൻ, ഹീലിയം എന്നീ ആറ്റങ്ങളാണുള്ളത്. എന്നാൽ ഭാരമേറിയ മൂലകങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത പാളി പുറംപാളിയാണ്. ഇതിന് 100 മീറ്ററിലും കൂടുതൽ കനമുണ്ടാകും. ഈ ഭാഗത്തെ ഗുരുത്വാകർഷണം ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് വികർഷണത്തെ മറികടക്കുവാൻ പര്യാപ്തമല്ലെങ്കിലും ദ്രവ്യത്തിൻ്റെ സാധാരണ ഘടന നശിപ്പിക്കുവാൻ ഇത് മതിയാകും. പ്രാഥമിക കണികകൾ എല്ലാം കൂടി കലർന്നിരിക്കുന്നു എങ്കിലും
അവയുടെ ആന്തരിക സമഗ്രത നിലനിൽക്കുന്നു. ഗുരുത്വാകർഷണം, കാന്തിക ക്ഷേത്രം, ഇലക്ട്രോസ്റ്റാറ്റിക് വികർഷണം, സെൻട്രിഫ്യൂഗൽ ഇനേർഷ്യ എന്നിങ്ങനെ പല ശക്തമായ ബലങ്ങൾ ഒരേ സമയം പുറംപാളിയിൽ വലിക്കുന്നു. ഈ സംയോജനം ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ഉപരിതലത്തെ നിസ്സാരമായ മെക്കാനിക്കൽ സമ്മർദ്ദത്തിലാക്കി മാറ്റുന്നു. വല്ലപ്പോഴും ഇതിൻ്റെ ശക്തി കൂടുമ്പോൾ സ്റ്റാർ ക്വേക്കുകൾ സംഭവിക്കുന്നു. ഇത് ഈ കോസ്മിക് വസ്തുവിൻ്റെ ഉപരിതലത്തിൻ്റെ വലിയ തോതിലുള്ള വിഭജനമാണ്. ഇതിൻ്റെ ഫലമായി ഏതാനും മില്ലിമീറ്റർ ഉയരമുള്ള മലകളും 1 സെൻറ്റിമീറ്റർ വരെ വീതിയുള്ള വിള്ളലുകളും രൂപപ്പെടുന്നു. ഈ സംഖ്യകൾ നിസ്സാരമായി തോന്നിയേക്കാം, പക്ഷേ അങ്ങേയറ്റം ഉയർന്ന ഗുരുത്വാകർഷണത്തിൽ 1 സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള മല എന്നത് ചൊവ്വയിലെ ഒളമ്പസ് പർവ്വതത്തിന് തുല്യമാണ്. നമ്മൾ ഇനിയും താഴേക്ക് പോയാൽ ഈ പാളിക്ക് കൃത്യമായ അതിരുകളില്ലെന്നും ന്യൂട്രോൺ നക്ഷത്രങ്ങളിലേക്ക് പല കിലോമീറ്ററുകൾ ആഴത്തിൽ പോകുന്നുവെന്നും കാണുവാൻ സാധിക്കും. നാം ഉള്ളിലേക്ക് പോകുന്തോറും മർദ്ദം ക്രമേണ വർദ്ധിച്ചു വരുന്നു. ഇത് കൂടുതൽ ഇലക്ട്രോണുകളെ ആറ്റോമിക് ന്യൂക്ലിയസിലേക്ക് തള്ളാൻ കാരണമാകുന്നു. ഇത് പ്രോട്ടോണുകളുമായി ഒരു പ്രതിപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഒരു ന്യൂട്രോൺ രൂപം കൊള്ളുന്നു. കൂടാതെ ന്യൂട്രീനോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കണം ഉടൻ തന്നെ ഈ ഗോളവസ്തുവിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോവുകയും അധിക ഊർജം കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതേസമയം ഉള്ളിലെ പുറംപാളിക്ക് താഴെയായി പൂർണ്ണമായും ന്യൂട്രോൺ ദ്രവ്യമടങ്ങിയ പുറംകാമ്പ് സ്ഥിതി ചെയ്യുന്നു. അതിശയകരമായ ഈ പദാർത്ഥം അങ്ങേയറ്റം അമർത്തപ്പെട്ട ഒരു കൂട്ടം ന്യൂട്രോണുകളാണ്. ഇതിൻ്റെ സാന്ദ്രത ഒരു ആറ്റോമിക് ന്യൂക്ലിയസിനേക്കാൾ 10 മുതൽ 15 മടങ്ങ് വരെ കൂടുതലാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഭൂമി ഇതേ അളവിൽ അമർത്തപ്പെട്ടാൽ അതിൻ്റെ ആരം വെറും 150 മീറ്റർ മാത്രമായിരിക്കും. കൂടാതെ അതിൻ്റെ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ വോളിയത്തിൽ പല ബില്യൺ ടൺ ന്യൂട്രോൺ ദ്രവ്യം അടങ്ങിയിട്ടുമുണ്ടാകും. നമ്മൾ നോക്കുന്ന സിസ്റ്റത്തിലെ 2 ഭാഗങ്ങളിലും പുറംകാമ്പ് വസ്തുവിൻ്റെ കേന്ദ്രം വരെ തുടരുന്നു. വലിയ ന്യൂട്രോൺ നക്ഷത്രങ്ങൾക്ക് ഒരു ആന്തരിക കാമ്പ് ഉണ്ടായിരിക്കണം. ഇന്നത്തെ സങ്കല്പങ്ങൾ അനുസരിച്ച് അതിൻ്റെ ഘടന ഇപ്പോഴും ശാസ്ത്രീയ ചർച്ചാ വിഷയമാണ്. ഒരു സിദ്ധാന്തമനുസരിച്ച് പിണ്ഡമുള്ള നക്ഷത്രങ്ങളുടെ കേന്ദ്രത്തിലെ സമ്മർദ്ദം ന്യൂട്രോണുകളെ പോലും നശിപ്പിക്കുവാൻ ശേഷിയുള്ളതായിരിക്കും. അങ്ങനെ ഒരു സാങ്കല്പിക ക്വാർക്ക് ദ്രവ്യം രൂപപ്പെടുന്നു. അത്തരം വസ്തുവിനെ ക്വാർക്ക് സ്റ്റാർ എന്നാണ് വിളിക്കുക. മറ്റ് അനുമാനങ്ങൾ പ്രകാരം വിചിത്രമായ ഗുണങ്ങളുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഹൈപ്പോറോണിക് അല്ലെങ്കിൽ കയോൺ ന്യൂക്ലിയസുകളുടെ രൂപീകരണത്തിനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ അതിശയിപ്പിക്കുന്ന ഘടനകളെല്ലാം ഇപ്പോഴും അനുമാനങ്ങളുടെ പരിധിയിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അവയുടെ നിലനിൽപ്പ് തെളിയിക്കാനോ നിഷേധിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മൾ സിസ്റ്റത്തെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിശയകരവും കൗതുകകരവുമായ ചില വസ്തുക്കൾ കണ്ടെത്താനും, ഒന്നാമതായി കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ സിസ്റ്റത്തിൻ്റെ പൾസറുകൾ ഒരു പൊതുവായ പിണ്ഡകേന്ദ്രത്തിന് ചുറ്റും വളരെ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഘടനകൾ തമ്മിലുള്ള ശരാശരി ദൂരം എന്നത് 8 ലക്ഷം കിലോമീറ്ററുകൾ മാത്രമാണെന്ന് നിരീക്ഷണങ്ങൾ കാണിക്കുന്നു. ഇത് സൂര്യൻ്റെ വ്യാസത്തിൻ്റെ പകുതിയോളം വരും. ഈ ചെറിയ ദൂരം കാരണം 2 വസ്തുക്കളുടെയും പരസ്പര ചലന വേഗത വളരെയേറെ കൂടുതലാണ്. ഇത് സെക്കൻഡിൽ 300 കിലോമീറ്ററിലും കൂടുതലാണ്. അങ്ങനെ പൾസറുകൾ വെറും 2.45 മണിക്കൂറിനുള്ളിൽ ഒരു പൊതു പിണ്ഡ കേന്ദ്രത്തിന് ചുറ്റും ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുന്നു. അത്തരം അതിവേഗ ചലനം റിലേറ്റിവിറ്റി സിദ്ധാന്തം അനുസരിച്ചുള്ള അസാധാരണമായ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഉദാഹരണത്തിന്, അവ പരസ്പരം ഏറ്റവും അടുത്ത് വരുമ്പോൾ ഓരോ പൾസറിൻ്റെയും ഭ്രമണ കാലയളവ് താൽക്കാലികമായി 38 മൈക്രോ സെക്കൻഡ് വർദ്ധിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ക്ലാസിക്കൽ ഫിസിക്സ് പ്രകാരം ഇത് വിശദീകരിക്കുവാൻ കഴിയില്ല എങ്കിലും പ്രായോഗികമായി കണ്ടെത്തുന്നതിന് വളരെ മുൻപ് തന്നെ റിലേറ്റിവിറ്റി സിദ്ധാന്തം ഇത് പ്രവചിച്ചിരുന്നു. വസ്തുക്കൾ പരസ്പരം ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിമിഷത്തിൽ അതിശക്തമായ റിലേറ്റിവിസ്റ്റിക് ടൈം ഡൈലേഷൻ എന്ന പ്രതിഭാസവുമായാണ് ഈ അപാകത ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ പ്രതിഭാസം സംഭവിക്കുന്നത് പരസ്പര ഗ്രഹണ സമയത്താണ്. ഇതൊരു പൾസറിൻ്റെ സ്പെക്ട്രത്തിൽ കണ്ടെത്തിയ അസാധാരണമായ റെഡ് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് അടുത്തുള്ള വസ്തുവിൻ്റെ ഗുരുത്വാകർഷണം ദൂരെയുള്ള വസ്തുവിൽ നിന്നുള്ള സിഗ്നലിനെ തടസ്സപ്പെടുത്തുന്നു. ഇതുമൂലം വികിരണത്തിന് ഊർജം നഷ്ടപ്പെടുകയും അതിൻ്റെ തരംഗ ദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ഗോളവസ്തുക്കളുടെ ഭ്രമണപഥങ്ങളെ അവയുടെ പരസ്പര പ്രവർത്തനം ബാധിക്കുന്നുവെന്ന് അറിയപ്പെടുന്നു. അവയുടെ പരമാവധി സാമീപ്യമുള്ള പോയിന്റ് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന വസ്തുത ഇത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസത്തെ റിലേറ്റിവിസ്റ്റിക് ഷിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് പണ്ടേ അറിയാവുന്ന ഒന്നായിരുന്നു. ഉദാഹരണത്തിന്, ബുധൻ്റെ ഭ്രമണപഥം ഓരോ 100 വർഷത്തിനിടയിലും 43 ആർക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ബൈനറി പൾസറിൻ്റെ കാര്യത്തിൽ ഇത് 1,40,000 മടങ്ങ് കൂടുതലാണ്. ഒരു വർഷത്തിനുള്ളിൽ ഇതതിൻ്റെ പഴയ സ്ഥലത്ത് നിന്നും
17 ഡിഗ്രി വരെ വ്യതിചലിക്കുന്നു. അങ്ങനെ PSR J737-3039 ഇതുവരെ അറിയപ്പെടുന്ന എല്ലാ നക്ഷത്ര വ്യവസ്ഥകളിലും വെച്ച് ഏറ്റവും ഉയർന്ന റിലേറ്റിവിസ്റ്റിക് ഷിഫ്റ്റ് ഉള്ളതാണ്. ഈ കണക്കുകൾ മാറ്റിവെച്ച് ഈ സിസ്റ്റത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സാങ്കല്പിക ഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അവയുടെ നിലനിൽപ്പ് അസാധ്യമാണെന്ന് തോന്നാം. എങ്കിലും അതിനും സാധ്യതയുണ്ട്. കേന്ദ്രത്തിൽ നിന്നും ദൂരെയുള്ള ചില വസ്തുക്കൾ സൂപ്പർനോവകളുടെ തകർച്ചയെ അതിജീവിച്ചിരിക്കാം. മറ്റുള്ളവ പിന്നീട് രൂപപ്പെട്ടതുമായിരിക്കാം. എന്നിരുന്നാലും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രയാസകരമാണ്. കാരണം മറ്റ് ഗ്രഹങ്ങളെ തിരയുവാൻ ഉപയോഗിക്കുന്ന സാധാരണ രീതികളിൽ ഒന്നിലും ഇതിലെ സിസ്റ്റത്തെ പര്യവേഷണം ചെയ്യുവാൻ ഫലപ്രദമല്ല. എന്തായാലും ഈ സിസ്റ്റത്തിലെ സാങ്കല്പിക ഗോള വസ്തുക്കളിലെ ജീവസാധ്യതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുവാൻ പോലും കഴിയില്ല. ഇവിടുത്തെ അതിശൈത്യവും മാരകമായ വികിരണങ്ങളും അവയെ അങ്ങേയറ്റം വാസയോഗ്യമല്ലാത്ത ഇടങ്ങളാക്കി മാറ്റിയിട്ടുമുണ്ടാകും. ഈ ബൈനറി പൾസർ നിരന്തരം ഗുരുത്വാകർഷണ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നിരീക്ഷണങ്ങൾ കാണിക്കുന്നു. ഇത് അവ തമ്മിലുള്ള ദൂരം ഓരോ ദിവസവും 7 മില്ലിമീറ്റർ വീതം കുറയുവാൻ കാരണമാകുന്നുണ്ട്. ഈ പ്രതിഭാസം എല്ലാ ഭൗതിക നക്ഷത്ര വ്യവസ്ഥകളിലും സംഭവിക്കുന്നുണ്ട് എങ്കിലും കൃത്യമായി അളക്കുവാൻ കഴിയാത്ത വിധം ഇത് വളരെ കുറവാണ്. ഏകദേശം 85 ദശലക്ഷം വർഷത്തിനുള്ളിൽ ഈ പൾസറുകൾ പരസ്പരം ലയിച്ച് ഒരു ബ്ലാക്ക് ഹോൾ രൂപപ്പെടും എന്നാണ് പറയുന്നത്. ഈ വലിയ ദുരന്തം അതിശക്തമായ ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ ഉറവിടമായിരിക്കും. അവ ക്ഷീരപഥങ്ങളിലൂടെ സഞ്ചരിക്കുകയും അതിനപ്പുറത്തുള്ള മറ്റ് ഗാലക്സികളിലേക്ക് എത്തുകയും ചെയ്യും. ലയനത്തോടൊപ്പമുള്ള തിളക്കം ഭൂമിയുടെ ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നായി മാറിയേക്കാം. എന്തായാലും ഈ വിനാശകരമായ സ്ഫോടനത്തിൻ്റെ പ്രതിധ്വനികൾ ഒടുവിൽ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്നും ഒരടയാളവും അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോവുകയും ചെയ്യും. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ ഈ വിസ്മയങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.